ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ മഞ്ചാടി ആസിഫിനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. മഞ്ചാടിയുടെ കൂടെ ഉള്ളത് നമ്മുടെ ജീവൻ രാജിന്റെ അച്ഛനും അമ്മയുമാണ്. അവര് ഹോസ്പിറ്റലിൽ എത്തിയ സമയം തന്നെ മുരുകൻ ആസിഫിനോട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എടാ, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ നല്ല കാറ്റും മഴക്കോളും ഒക്കെ ഉണ്ടെന്ന്. ആ ഒരു കാലാവസ്ഥയിൽ ജീവനെയും കൊണ്ട് കടവ് കടക്കുന്നത് ബുദ്ധിമുട്ടാന്ന് അത് നിനക്കും അറിയാലോ. പിന്നെ നീ ആരെ പേടിച്ചിട്ടാ, അല്ലെങ്കിൽ ആര് പറഞ്ഞിട്ടാ ആ രാത്രിയിൽ വന്നിട്ട് ജീവനെയും കൊണ്ട് പോയത്? നീ മനഃപൂർവ്വം അവനെ കൊലക്കി കൊടുത്തതല്ലേടാന്നൊക്കെ ചോദിക്കാട്ടോ മുരുകൻ. ആസിഫ് ആണെങ്കിലോ അവനെ പുഴയെന്ന് രക്ഷിച്ച് കൊണ്ടുവന്നതിന് ശേഷം കമാന്നൊരക്ഷരം വാ തുറന്നിട്ടില്ല. മുരുകൻ ഇത്രയൊക്കെ ചോദിച്ചിട്ടും ആസിഫിന് ഒരു ഭാവവും ഇല്ല. ആസിഫ് എന്തോ ഓർത്തിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് മഞ്ചാടിയും ജീവരാജിന്റെ അച്ഛനും അമ്മയും കൂടെ അങ്ങോട്ട് കയറി വരുന്നത്. അവരെ കണ്ടതും നമ്മുടെ മുരുകൻ എണീക്കാണ്. ഞാൻ ഇവനോട് ചോദിക്കായിരുന്നു, ആര് പറഞ്ഞിട്ട് ആ രാത്രിയിൽ ജീവനെ ഇവൻ വിളിച്ചോ ഇറക്കിക്കൊണ്ട് പോയതെന്ന്. പക്ഷെ കാലിന് കൊണ്ടുവന്നതിന് ശേഷം ഇവൻ ഇതുവരെ ഉരിയാടിയിട്ടില്ല. ഇവന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നൊക്കെ പറയാൻ കേട്ടോ. മഞ്ചാടിയാണെങ്കിലോ അങ്ങോട്ട് വന്നു, ആസിഫിന്റെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. ജീവന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു കൂടെ. ആസിഫെ, മറ്റാരെക്കാളും ജീവൻ വിശ്വസിച്ചത് നിന്നെയാ. നീ ഒരിക്കലും ചതിക്കില്ലെന്ന് ജീവൻ ഉറപ്പുണ്ടായിരുന്നു. എന്നിട്ട് ആർക്ക് വേണ്ടിയാ നീ എന്റെ ജീവനെ ചതിച്ചത്? എന്തിനു വേണ്ടിയാ നീ അവനെ ചതിച്ചതെന്നല്ല ആസിഫിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൽ ആസിഫ് ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ ജീവന്റെ അച്ഛനും അമ്മയും അവിടുന്ന് പൊട്ടിക്കരയാണ് കേട്ടോ. ജീവന് നീ കൂടപ്പിറപ്പായിരുന്നു, കൂടപ്പിറപ്പിനെ പോലെ അവൻ നിന്നെ കരുതിയത്. നീ തന്നെ അവനെ ചതിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആസിഫിന് പിന്നീട് സംസാരിക്കാതിരിക്കാൻ കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ ആസിഫ് പറയാണ്, ഞാൻ അങ്ങനെ ഒരു ചതിയും ജീവനോട് ചെയ്തിട്ടില്ല. അവന്റെ കല്യാണം നടക്കണമെങ്കിൽ അവനെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് എന്നെ വിളിച്ച് പറഞ്ഞത് സുശീലാൻറ്റിയാ. അവരാണല്ലോ ഈ കല്യാണം നടത്തി തരാമെന്ന് വാക്ക് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ആ രാത്രി അത്രയും റിസ്ക് എടുത്ത് ജീവനെ കൂട്ടാൻ അവിടേക്ക് തുരുത്തിലേക്ക് വന്നത്. അല്ലാതെ ഞാനായിട്ട് ജീവനെ ചതിച്ചിട്ടില്ല. ഞാൻ ഒരിക്കലും അവനെ ചതിക്കുകയില്ല എന്ന് പറയാം കേട്ടോ. സുശീലാൻറ്റിയോ? അതെ, സുശീലാൻറ്റി തന്നെയെന്ന് പറയാം കേട്ടോ. അത് കേട്ടതും മഞ്ചാടിക്ക് പിന്നെ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുകയാണ് കേട്ടോ. ആ സമയം കുറച്ച് പുറത്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സോനയും ഇന്ദ്രനും അതേപോലെ തന്നെ സത്യനും എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. ആ സമയത്ത് നമ്മുടെ മഞ്ചാടി പറയാണ്, സുശീലാൻറ്റി പറഞ്ഞിട്ടാണ് ആസിഫ് ജീവനെ ആ രാത്രിയിൽ തുരുത്തി നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നതെന്നാണല്ലോ ആസിഫ് പറഞ്ഞത്. സുശീലാൻറ്റി എന്തിനാ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കാം കേട്ടോ. അത് കേട്ടതും എല്ലാവർക്കും ടെൻഷൻ ആവുകയാണ് കേട്ടോ. അമ്മ അങ്ങനെ പറഞ്ഞോന്ന്. അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് സുശീലാൻറ്റീനെ കാണണമെന്ന് മഞ്ചാടി പറയാൻ കേട്ടോ. അങ്ങനെ സുശീലേൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ICUലായതുകൊണ്ട് സുശീലേനെ കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ മഞ്ചാടിയുടെ മുഖത്തുള്ള ടെൻഷനൊക്കെ കാണുമ്പോൾ സത്യനും സോനയ്ക്കും അതേപോലെ തന്നെ ഇന്ദ്രനും ഒക്കെ ടെൻഷൻ ആവുന്നുണ്ട്. ഇതിന്റെ പിറകിൽ സുശീലയുടെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവുമോന്ന്. സുശീല എന്തായാലും അറ്റാക്ക് അഭിനയിച്ചിട്ടാണല്ലോ ഈ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രയൽ നടത്തിയത്. ഗോകുലിന്റെ ഓഫറിന് മുന്നിൽ സുശീല മാത്രമാണോ വീണത്, അതോ ജീവൻ രാജും സുശീലയും കൂടി ഒരുമിച്ചാണോ വീണത് എന്നുള്ളതാണ് ഇനി അറിയാനിരിക്കുന്നത്. എന്തായാലും ഗോകുൽ കൊടുത്ത ഓഫർ സുശീല സ്വീകരിച്ച പോലെ തന്നെ അതിനേക്കാൾ നല്ലൊരു ഓഫർ, അതായത് സിംഗപ്പൂര് പോയി പഠിക്കാൻ ഒരു ഓഫർ മഞ്ചാടിക്ക് കൊടുത്തിട്ട് പോലും തനിക്ക് ജീവൻ രാജിനെ മതി എന്ന് പറഞ്ഞ് സിംഗപ്പൂരിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ ആളാണ് മഞ്ചാടി. പക്ഷെ അതുപോലെ ഒരു ഓഫർ ചിലപ്പം ഗോകുല് ജീവന് വെച്ച് നീട്ടിക്കാണും. മഞ്ചാടിയുടെ കൂടെ അവള് പറയുന്നത് കേട്ട് നടന്നാല് താൻ എവിടെ എത്തില്ല. തന്റെ അച്ഛനും അമ്മയും സ്വപ്നം കണ്ടതുപോലെയോ താൻ സ്വപ്നം കണ്ടതുപോലെയോ ഒരു ലൈഫ് ഒരിക്കലും തനിക്ക് ഉണ്ടാവില്ലെന്നും മഞ്ചാടിയും താനും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ വല്ല കൂലിപ്പണിക്കും പോയിട്ട് ജീവിതം മുന്നോട്ട് നീക്കേണ്ടി വരുമെന്നും മനസ്സിലാക്കുന്ന ജീവൻ ഒരുപക്ഷെ ഗോകുൽ കൊടുത്ത ഹയർ സ്റ്റഡീസിന്റെയോ വിദേശ ജോലിയുടെയോ ഓഫറിലും അല്ലെങ്കിൽ വലിയൊരു തുകയുടെ ആ ഒരു ഓഫറിൽ വീഴാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതായിരിക്കും ആ തോണി അപകടമായി മാറിയതൊക്കെ കേട്ടോ. അവിടെ വെച്ച് ആസിഫിന് ഒരു പക്ഷേ ജീവനെ തള്ളി പറയാൻ പറ്റാത്തതുകൊണ്ട് ആസിഫ് മൗനം പാലിക്കുന്നതായിരിക്കാം. ജീവൻ എന്തായാലും രാജ്യം വിടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ജീവൻ മഞ്ചാടിയെ ചതിച്ചതാണ് എന്ന് മഞ്ചാടി തിരിച്ചറിയുന്നില്ല. ഇപ്പോഴും മഞ്ചാടിക്ക് സംശയം ആരോ ജീവനെ ചതിച്ചു എന്നുള്ളതാണ്. എന്തായാലും അത് തന്റെ വീട്ടുകാർക്ക് നേരെ തന്നെയായിരിക്കും മഞ്ചാടി ആ വിരൽ ചൂണ്ടാൻ പോകുന്നത്. അതിന്റെ കുറ്റം കൂടി പാവം നമ്മുടെ അനന്തമാഷിന്റെ തലയിലായിരിക്കും വരാൻ പോകുന്നത്. എത്രയൊക്കെ ആയാലും സ്വന്തം അച്ഛനെയും ഇത്രയും നാള് താലോലിച്ച് വളർത്തിയ സഹോദരിമാരെയും എല്ലാരെയും തള്ളി പറഞ്ഞുകൊണ്ട് ഇന്നലെ തന്നെ പീഡിപ്പിക്കാൻ വന്ന ഒരുത്തന്റെ കൂടെ ഇറങ്ങി തിരിച്ച മഞ്ചാടിക്ക് വന്ന ഈ ഒരു അവസ്ഥ അവളായിട്ട് എന്നെ വരുത്തി വെച്ചതാണ്. ജീവൻ രാജിന് യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ ആ തോണി അപകടത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അതിന് ഉത്തരവാദി മഞ്ചാടി തന്നെയാണ്. കാരണം ഇങ്ങനെയൊരു രജിസ്റ്റർ മാരേജ് ഇപ്പം നടത്തണമെന്നും ജീവന്റെ കൂടെ തന്നെ ഇപ്പം അങ്ങനെയുള്ള വാശികളെല്ലാം മഞ്ചാടിക്കായിരുന്നു. ജീവൻ രാജ് പോലും മഞ്ചാടിയോട് പറഞ്ഞത് നമ്മളൊരു നിലയിൽ എത്തിച്ചിട്ട്
ജോലിയൊക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു കല്യാണത്തിലേക്ക് പോവാമെന്നാണ്. പക്ഷെ മഞ്ചാടി അതിനൊന്നും എന്താ പറയുക ഒരു വിലയും കൊടുക്കാതെ തനിക്ക് ഇപ്പം തന്നെ ജീവനെ കല്യാണം കഴിക്കണം എന്നുള്ള വാശിയിൽ നിന്നതുകൊണ്ടാണ് ഈ ആപത്തുകളൊക്കെ ഉണ്ടായത്. സുശീലയുടെ സ്വഭാവം പണ്ട് മുതലേ അറിയുന്ന മഞ്ചാടി സുശീലയുടെ സംരക്ഷണത്തിൽ സുശീല തങ്ങളുടെ വിവാഹം നടത്തി തരുമെന്ന് ഏത് വിശ്വാസത്തിന്റെ പേരിലാണ് അങ്ങനെ ഒരു വിശ്വാസം സുശീലയിൽ അർപ്പിച്ചത് എന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ജീവൻ രാജ് ഗോകുലിന്റെ ഓഫർ സ്വീകരിച്ച് രക്ഷപ്പെട്ടതാണെങ്കിൽ ജീവന് നന്നായി. മഞ്ചാടിക്ക് എന്തായാലും ഇതൊരു ശിക്ഷ തന്നെയാണ്. അന്ന് ജീവൻ രാജിന്റെ ആ ഒരു ചതിയിൽ നിന്ന് രക്ഷപ്പെട്ട മഞ്ചാടിക്ക് ഗോകുലിന്റെ കൂടെ നല്ലൊരു ജീവിതം തന്നെ കിട്ടുമായിരുന്നു. പക്ഷെ അതെല്ലാം തട്ടിത്തെറിപ്പിച്ചിട്ട് തനിക്ക് ഗോകുലിനെ വേണ്ട, തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ജീവൻ രാജിനെ മാത്രമേ ഭർത്താവായിട്ട് കാണാൻ പറ്റൂ എന്ന് പറഞ്ഞ മഞ്ചാടിക്ക് അവിടെയാണ് പിഴച്ചത്. വീണ്ടും ജീവൻരാജിന്റെ കൂടെ പോയ അവളെ ജീവൻരാജ് പണത്തിന്റെ മേലെ വീഴുമെന്നുള്ള കാര്യമൊന്നും ഓർത്തു കാണില്ല. എന്തായാലും ജീവൻ മഞ്ചാടിയെ ചതിച്ചതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇനി മഞ്ചാടിക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു സത്യം മഞ്ചാടി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആത്മഹത്യ തന്നെയായിരിക്കും മഞ്ചാടിയുടെ അടുത്ത ഓപ്ഷൻ. പണ്ടും പുള്ളിക്കാരി ഒരു ആത്മഹത്യാ പ്രേമിയാണല്ലോ, അതുകൊണ്ട് ആ ഒരു വഴിക്ക് തന്നെയായിരിക്കും പോകുന്നത്. വീണ്ടും കറങ്ങിത്തിരുന്ന മഞ്ചാടി നമ്മുടെ എന്താ പറയാ ഗോകുലിന്റെ തലയിൽ തന്നെ വരും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ പോലും ഗോകുല് മഞ്ചാടിയെ സ്വീകരിക്കുന്നതിനോട് യോജിക്കുന്നില്ല. കാരണം താൻ എത്രമാത്രം ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടി അപമാനിക്കപ്പെട്ടു, ജയിലിൽ കിടന്നു, അവളുടെ ഭാവി മാനം എല്ലാം രക്ഷിച്ചിട്ടും ഒടുവിൽ ആ ഒരു ഗോകുലിനെ തന്നെ തള്ളിപ്പറഞ്ഞ് നിഷ്കരണം തള്ളിപ്പറഞ്ഞ് പീഡിപ്പിക്കാൻ ശ്രമിച്ച പയ്യന്റെ കൂടെ തന്നെ പോയിട്ട് അവനെ കല്യാണം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച മഞ്ചാടിയെ ഒരു കാരണവശാലും ഗോകുല് സ്വീകരിക്കുന്നത് നല്ലതല്ല. എന്തായാലും സുശീല ഇതിന്റെ ഇടയിൽ കിടന്ന് ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചല്ലോ. ഗോകുലിന്റെ അടുത്തുനിന്ന് സുശീലയ്ക്ക് എന്താ പറയാ ഓഫർ ആയിരിക്കില്ല, നല്ലൊരു തിരിച്ചടി തന്നെ കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മഞ്ചാടിയും അതേപോലെ തന്നെ സുശീലയും ഒരുപോലെ തന്നെ അനുഭവിക്കണം. വീണ്ടും അടുത്ത കിടിലൻ വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.